എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വരട്ടെ. ലാലേട്ടൻ എങ്ങനെയാ നടക്കുക? ഇങ്ങനെ എന്തോ നടക്കുമല്ലോ, തോള് ചരിച്ച്. എന്തോന്ന് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? ഒരു വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ആരോഗ്യം ഒരു വയസ്സില് ഐ സ്റ്റിൽ റിമെമ്പർ മേക്കിംഗ് എനിക്ക് ഡാഡി അത്ര എത്താൻ പറ്റുന്നില്ല. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എങ്ങനെ ഇന്ന് രക്ഷപ്പെടും. So that's our thought അല്ലേ. And then 1.5 വയസ്സായപ്പോ എടുത്ത് റിവറിലേക്ക് ഇട്ടിട്ട് നീന്താനായിട്ട് പഠിപ്പിച്ചു. സോ ഇവൻ പറയുന്ന കഥ സത്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ബൈ 2 years എനിക്ക് നന്നായിട്ട് സ്വിം ചെയ്യാൻ അറിയാം. അത് ഇവിടെ മൂവാറ്റുപുഴ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല ഒഴുക്കുള്ള വെള്ളത്തില് പിന്നെ ഇവിടെ കടയിരിപ്പിന് ജീവിച്ചിരുന്ന സമയത്ത് ഡാഡിയൊക്കെ നിലയില്ലാത്ത നല്ല ഒഴുക്കുള്ള വെള്ളത്തില് മോളിന്ന് ഡൈവ് ചെയ്യിപ്പിക്കും. തള്ളിനും ഇല്ലടെ ഒരു ലോജിക്ക്. അപ്പോ നാട്ടുകാരൊക്കെ വന്നിട്ട് ഇയാൾക്ക് പ്രാന്താന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടത്? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരൂ. എന്തിന്? പേഴ്സിൽ വെക്കാനാ. ഇതിനേക്കാളും മാരകമായ തള്ളുണ്ട് കേട്ടോ. ശിവൻ ഇങ്ങനെ കനിഞ്ഞ അരുളി ഭയങ്കര സ്നേഹം. പ്രേമത്തിലെങ്കില് എനിക്ക് പ്രേമമില്ലായിരുന്നു കേട്ടോ, പ്രണയമില്ലായിരുന്നു. ഞാൻ പ്രിയന അച്ഛനെന്നാ വിളിച്ചോണ്ടിരുന്ന മോള്, നീ എന്നെ അച്ഛനൊന്നും വിളിക്കരുത്, നീ എന്റെ പ്രിയതമയെന്ന് പറഞ്ഞു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഈ പാമ്പായിട്ടൊക്കെ വരുമോ? പാമ്പായി ചിലർ പറയും താങ്കളുടെ കണ്ണിൽ പാമ്പ് നിൽക്കുന്നത് അറിയുന്നത്. പിന്നെ ജ്ഞാനികളെല്ലാം ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ അറിയുന്നത്. പിന്നെ ജ്ഞാനികളെല്ലാം കാണുമ്പോൾ തിരുവണ്ണാമലയിൽ വന്ന് എനിക്ക് സല്യൂട്ട് അടിക്കും. സല്യൂട്ട് അടിച്ചപ്പോൾ ഞാൻ വലിയ ആളായില്ല. എനിക്കറിയാം സല്യൂട്ട് കൊടുത്തത് ശിവൻ പ്രിയനാന്ന് എനിക്കറിയാം. അത് ഞാൻ ചോദിച്ചു. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ കാണുന്നത് അച്ഛനെയാണെന്ന് അവരോട് ചോദിച്ചും പറഞ്ഞു. അവരിങ്ങനെ ആണെന്ന് പറഞ്ഞു. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് ജീവിച്ചാൽ മതിയോ ശിവന്റെ ഭാര്യയ്ക്ക്? അങ്ങനെ ആക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. എനിക്ക് ശിവന്റേതായി വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഒരു ഇടിവെട്ട് വാർത്ത. ക്ലിന്റു 2 പേരുണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതളയാളാണോ? നിഹാൻ. ഈ ഷാളും താത്തനാമോ? ഏത് ചെവിക്കാണ് കഴിവില്ലാത്ത? 2 ചെവിക്ക്. 2 ചെവിക്ക്. കേൾക്കത്തില്ല. ഞാൻ വിചാരിച്ച ഞാൻ മാത്രമേ കിഴങ്ങനായിട്ടുള്ളൂ. അവൻ എന്നെ കട്ടി വലിയ കിഴങ്ങ. സാറേ, സാറിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? അതറിയില്ല. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി ഞാൻ ജയിക്കാനായിട്ടൊരു കളിക്കിറങ്ങിണ്ട്. അതിൽ തന്റെ സപ്പോർട്ട് വേണം എനിക്ക്. നിന്റെ കൂടെ